അതെ, ഇത് നമ്മുടെ സ്പെഷ്യൽ ഡേയുടെ കോസ്റ്റ്യൂമാണ് കേട്ടോ എല്ലാവരുടെയും. എന്താന്നല്ലേ, ഇന്ന് നമ്മുടെ നിഹാ ബേബിയുടെ നൂലുകെട്ടാണ് കേട്ടോ. എല്ലാവരും ഭയങ്കര കേരള തനിമയിലാണ് കേട്ടോ ഇന്ന് മാറ്റി റെഡി ആയിട്ടുള്ളത്. അച്ഛനിതേ ഭയങ്കര സുന്ദര കുട്ടപ്പനായിട്ട് മാറ്റി സെറ്റായിട്ട് ഇരിപ്പുണ്ട്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെയാണ് ഇത്തവണ നമ്മൾ ഫോട്ടോഗ്രാഫി ഏൽപ്പിച്ചിട്ടുള്ളത്. ഇതാണ് നിഹാ ബേബിയുടെ ഫസ്റ്റ് കോസ്റ്റ്യൂം. ആൾ ഉറക്കത്തിൽ നിന്ന് ഇങ്ങനെ എണീറ്റ് വരികയായിരുന്നു കേട്ടോ. അങ്ങനെ ഇതേ ഷൂട്ടൊക്കെ വളരെ ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അമ്മ ഇതേ കൊച്ചുമക്കളൊക്കെ ആയിട്ട് ഫോട്ടോ എടുക്കുന്ന തിരക്കിലായിരുന്നു. വിഷ്ണു ഇപ്പം നമുക്ക് ആക്ച്വലി ഒരു ഫാമിലി മെമ്പർ പോലെ തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് ഭയങ്കര ഫ്രീഡായിട്ട് അവനെ കൊണ്ട് നമ്മളും ചുളിവിൽ കുറേ ഫോട്ടോസൊക്കെ എടുപ്പിച്ചായിരുന്നു. മുഖസ്തുതി പറയാമെന്ന് വിചാരിക്കരുത്, എടുക്കുന്ന ഫോട്ടോസുകളൊക്കെ നല്ല അടിപൊളി ഫോട്ടോസുകളായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും ഇവനെ തന്നെ വിളിക്കുന്നത്. പിന്നെ ഒറ്റ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഫോട്ടോസ് കിട്ടണമെങ്കിൽ കുറച്ച് പുറകെ നടക്കേണ്ടി വരും. അങ്ങനെ പിന്നെ നമ്മുടെ ഫാമിലിയിൽ ഓരോരുത്തരായിട്ട് വന്ന് തുടങ്ങിയായിരുന്നു കേട്ടോ. എൻ്റെ ക്യാമറ കണ്ടാൽ പിന്നെ എല്ലാവർക്കും ഭയങ്കര ചിരിയാണ്. എന്താന്നല്ലേ, ഇതൊക്കെ പിന്നെ വ്ളോഗായിട്ട് വരുമെന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട്. അങ്ങനെ എല്ലാവരും വന്നതിന് ശേഷം നമ്മൾ ചടങ്ങ് തുടങ്ങാനുള്ള പ്രിപ്പറേഷൻസൊക്കെ തുടങ്ങിയായിരുന്നു. നിഹാമോളുടെ പപ്പേനെയും അമ്മേനെയാണ് ആദ്യം ഇരുത്തിയത്. അങ്ങനെ അവരെ 2-3 ഫോട്ടോസൊക്കെ എടുത്തു. നമ്മൾ ഒരുപാട് പേരൊന്നും ഇൻവൈറ്റ് ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. വളരെ ക്ലോസ് ആയിട്ടുള്ള, അതായത് നമ്മളെ വേണ്ടപ്പെട്ട ഫാമിലീസിനെയും പിന്നെ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സിനെയും മാത്രമേ വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നിഹാ ബേബിയുടെ നൂലുകെട്ടും കഴിഞ്ഞു. അമ്മയുടെ വക പൊട്ടും തൊട്ട് കൊടുത്തു. മാസിയുടെ വക, അതായത് എൻ്റെ വക ആ കുഞ്ഞിക്കാലുമയ്ക്ക് 2 കൊലുസായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ഫാമിലീസും ഗിഫ്റ്റൊക്കെ കൊടുത്തായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡീഗോമാൻ്റെ വരവ്. എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് കേട്ട ആദ്യം വരുന്ന വ്യക്തികളിൽ ഒരാളാണ് ഡീഗോ. ആര്യയ്ക്കും ശരണ്യയ്ക്കും അർജുനും വർക്കിംഗ് ഡേ ആയതുകൊണ്ട് ലീവില്ലാത്ത കാരണം അവർക്ക് വരാൻ പറ്റില്ല. പരസ്പരം കാണാൻ കിട്ടുന്ന ഒരവസരങ്ങളും ഞങ്ങളാരും പാഴാക്കാറില്ല. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം കണ്ടതിൻ്റെ ഒരു സന്തോഷം. അതിനുശേഷം പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. നല്ല അടിപൊളി സദ്യയായിരുന്നു കേട്ടോ. കുറേ നാളായി നല്ല സദ്യ കഴിച്ചിട്ട്. അങ്ങനെ പിന്നെ നമ്മുടെ ഫാമിലീസൊക്കെ പോയിരുന്നു. അങ്ങനെ ഈവനിങ് ആയപ്പോൾ നമുക്ക് പുറത്ത് പോയി ഒന്ന് ഷൂട്ട് ചെയ്യാനുള്ള ചെറിയൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പം മഴയായ കാരണം മഴ മാറട്ടെ വെച്ചിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. അങ്ങനെ ഇത് ഞങ്ങൾ 5 പേര് കൂടി എയ്മീനെ ചുളിവിൽ വീട്ടിലാക്കിയിട്ട് ഇറങ്ങിയായിരുന്നു. വിഷ്ണുവിനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ മാക്സിമം മുതലാക്കിയിട്ടേ അവനെ വിടാറുള്ളൂ. നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. ഫോട്ടോയ്ക്ക് പറ്റിയ ആംബിയൻസ് ആയിരുന്നു. അങ്ങനെ നീണ്ട ഡിസ്കഷന് ശേഷം നമ്മളുടെ ഒരു റീലൊക്കെ സെറ്റ് ചെയ്തായിരുന്നു കേട്ടോ. റീലിൻ്റെ ഐഡിയ ഫുള്ള് വിഷ്ണുവിൻ്റെ ആയിരുന്നു കേട്ടോ. ഇത് നിങ്ങളുടെ സേവ് ദ ഡേറ്റ് അല്ല കേട്ടോ കീർത്തി എന്നായിരുന്നു ഡീഗോയുടെ കമൻറ്റ്. ആക്ച്വലി ഞങ്ങളും തിങ്ക് ചെയ്തായിരുന്നു, സേവ് ദ ഡേറ്റ് പോലത്തെ ഷൂട്ടായിരുന്നു ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും നല്ല കുറേ ഫോട്ടോസുകളും വീഡിയോസൊക്കെ ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു. അങ്ങനെ നീണ്ട ഒരു ഷൂട്ടിന് ശേഷം നമ്മളിത് തിരിച്ച് പോവുമായിരുന്നു കേട്ടോ. അപ്പോഴേക്കും ആകെ ക്ഷീണിച്ചായിരുന്നു. ഈ വീഡിയോ ഇന്ന് വൈൻഡപ്പ് ചെയ്യുന്നത് ഡീഗോ തൂക്കി എങ്ങനെയാണെന്നല്ലേ, കണ്ടോളൂ.